കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലയെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഇപ്റ്റ സംഘടിപ്പിച്ച തോപ്പിൽ ബാസി കാമ്പിശ്ശേരി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടക പത്രപ്രവർത്തന മേഖലകളിലെ മഹാപ്രതിഭകളായ തോപ്പിൽ ബാസി, കാമ്പിശ്ശേരി കരുണാകരൻ എന്നിവരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ ജോയിന്റ് കൗൺസിൽ ഹാളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം സമൂഹത്തിന്റെ മൂല്യങ്ങൾ കവർന്നെടുക്കുകയും സാംസ്കാരിക മേഖലയെ അതിവേഗം കമ്പോളവൽക്കരിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയ സമൂഹം അധികാരവുമായി ബന്ധപ്പെട്ടാണുള്ളത്. അധികാരവുമായി ചേർന്ന് നിൽക്കുന്നവരും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നവരുമായ വിഭാഗങ്ങളായി അത് നിലകൊള്ളുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നവരാണ്. എന്നാൽ രാഷ്ട്രീയത്തെ സഹായിക്കുന്നത് ഏറ്റവും സജീവമായ ജീവിതം സമൂഹത്തിന് സമർപ്പിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ ഇടം അല്ലെങ്കിൽ പ്രവർത്തനം കുറയുന്നു എന്നതാണ് ഇന്ന് പൊതുവെ രാഷ്ട്രീയ മേഖലയിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ മേഖലയിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അതിനെ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത്? അവരെന്ന് പ്രവർത്തിച്ച പോലെ ഇന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് വേറൊരു സമൂഹമാണ്, വളർന്നൊരു സമൂഹമാണ്. ഒരർത്ഥത്തിൽ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രലോഭനങ്ങളിലും അകത്തും പെട്ടുപോയി. ചടങ്ങിൽ ഇപ്റ്റ ദേശീയ വൈസ് പ്രസിഡന്റ് TV ബാലൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ OK മുരളീധരൻ, അനിൽ മാരാത്ത്, PK നാസർ, CP സദാനന്ദൻ, AG രാജൻ, PT സുരേഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവിതത്തിൽ ഏത് മാർഗത്തിലും വിജയിക്കണമെങ്കിൽ ഇന്ദ്രിയന്ത